بسم الله الرحمن الرحيم ألف لام ميم. അതനുസരിച്ച് എന്താണ് അള്ളാഹുവിന്റെ കണക്കാക്കലനുസരിച്ചാണ് ഈ സൂര്യനും ചന്ദ്രനും ചലിച്ചത്. അടുത്ത ആയത്തില് രണ്ടായത്തുകളിലൂടെ കൂടുതൽ ഈ കറക്കത്തെയും ചലനത്തെയും ഒന്നുകൂടി അതിൻ്റെ ആ ശാസ്ത്രീയം എന്നുള്ളതിന് കുറച്ചും കൂടി ആസ്വാദ്യകരമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വൽ ഖമറ ഖദ്ദർനാ മനാസിൽ, ഖമറിന് ഒരു നിശ്ചിതമായ സ്ഥാനം നാം നിശ്ചയിച്ചു നൽകി. ഹത്താ അദക്കൽ ഉർജൂനിൽ ഖദീം. ഖമർ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ എന്നാണല്ലോ അർത്ഥം അല്ലേ? അറബി ഭാഷയിൽ ഞാൻ നേരത്തെ ഈത്തപ്പനൻ്റെ പറഞ്ഞ പോലെ പല പദങ്ങൾക്കും മലയാളത്തിലുണ്ട്. നമുക്ക് മലയാളമോ അല്ലെങ്കിൽ ആ ഭാഷാ പഠനം അത്രത്തോളം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ പക്ഷെ അറിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരുണ്ടാവാം. ചില വസ്തുക്കൾക്ക്, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വസ്തുക്കൾക്ക് ഒന്നിലധികം പേരുകൾ അതിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ സന്ദർഭത്തിനൊക്കെ പേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? ചന്ദ്രൻ ഉദിക്കുന്ന ദിവസത്തിന് നമ്മൾ എന്താ പറയല്? അന്നത്തെ ചന്ദ്രന് മൊത്തം ചന്ദ്രൻ എന്ന് എന്താണ് അമ്പിളിമാമനെ നമ്മൾ പേര് പറയും ചോദിക്കാം. പൗർണമി എന്ന് മലയാളത്തിൽ പറയാം. അറബിലോ? കേരളത്തിൽ അങ്ങനെ കമ്മിറ്റി ഒക്കെ ഉണ്ട്. അതിന്റെ പേര് ഹിലാല് എന്നാണ് അതിന്റെ പേര്. ഹിലാൽ കമ്മിറ്റി പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടല്ലോ അല്ലേ? കാരണം മാസം ഉദിച്ചതും പെരുന്നാളാണോ ഒക്കെ തീരുമാനിക്കാനും കണക്കാക്കാനും അതിന്റെ പേരിൽ തർക്കിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഹിലാൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് മാത്രമേ വരുള്ളൂ. അപ്പൊ അത് ഖമറിന്റെ വേറൊരു ആ ദിവസത്തെ പേരാണ്. ബദ്ര പറഞ്ഞാലോ പൂർണ്ണചന്ദ്രനാണ്. അത് ആ 14-ാം രാവിന്റെ ഒരു ദിവസത്തിന് രാത്രിക്ക് മാത്രം പറയുന്ന ഒരു പേരാണ് ബദ്ർ എന്ന്. അങ്ങനെ ഓരോ സന്ദർഭത്തിനും എന്തുണ്ട്. പിന്നെ ഖമർ എന്ന് മൊത്തം അതിനേക്കാം പറയാം. വേറെയും ചില പേരുകൾ ചിലപ്പോൾ പക്ഷെ ആലോചിച്ച് നോക്കിയാൽ ഉണ്ടാവാം. നമ്മളെ മലയാളത്തിലും നിങ്ങൾ പറഞ്ഞ പോലെ പൗർണമിന്നോ ബാലചന്ദ്രനോ എന്താണ് വേറെ പല പേരുകളും അമ്പിളിമാമനും ഒക്കെ നമ്മൾ കുട്ടികൾക്കും നമുക്കൊക്കെ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്താണ്, ഒരേ വസ്തുവിന് തന്നെ പല സന്ദർഭത്തിൽ അത് ചന്ദ്രനും സൂര്യനും ബാർലിനും മാത്രമൊന്നല്ല, കുതിരക്കും ഒട്ടകത്തിനും നേരത്തെ പറഞ്ഞ ഈത്തപ്പനയുടെ ഭാഗങ്ങൾക്കും ഒക്കെ പഴത്തിനൊക്കെ പല ജാതി പേരുകളുണ്ട്. അതിന്റെ കൊലട്ട് വരുന്ന സമയത്ത് നമ്മളെ തേങ്ങക്കുണ്ടല്ലോ അല്ലേ? ഓരോ ഇങ്ങനെ ഘട്ടം ഓരോ ദിവസം എത്തുമ്പോത്തിന് അതിന് പേര് പറഞ്ഞ അവസാനം അത് കൊട്ടത്തേങ്ങ ആകുന്നത് വരെ നമ്മൾ പല പേരുകളുമായിട്ട് കണ്ടുള്ളൂ. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാല് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അതിനെ ബന്ധം ജീവിതഗന്ധിയായ വിഷയങ്ങൾക്ക് പല പേരുകളും അതിൻ്റെ ഇതിടും. ആ പേരിനൊക്കെ ഓരോരോ ആശയവും അർത്ഥവും ഉദ്ദേശമൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ഇവിടെ പറഞ്ഞത് ഖമറിനെ, ചന്ദ്രനെ ഖദ്ദർനാഹു മനാസിൽ, അതിന് കറങ്ങാൻ, അതിന് സഞ്ചരിക്കാൻ ഒരു നിർണിതമായ ഇത് നാം നിശ്ചയിച്ചു കൊടുക്കും. ഹത്താ ആദക്കൽ ഉർജൂനിൽ ഖദീം, അതിലെ എന്നിട്ടത് ആ പഴയ ഈത്തപ്പനത്തണ്ടിൻ്റെ കൊല പോലെ അല്ലെങ്കിൽ അതിൻ്റെ കൈ പോലെ വളരെ ചുരുങ്ങി വളഞ്ഞ് ചെറിയ ഒരു അടയാളം മാത്രമായിട്ട് ഇങ്ങനെ കണ്ടാൽ തോന്നുന്ന ആ രൂപത്തിലേക്ക് അത് മടങ്ങി വരും. അപ്പൊ ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ നമ്മുടെ അറബി മാസം അല്ലേ, ഹിജ്രി മാസം കണക്കാക്കുന്നത്. ഹിജ്രി മാസത്തിന് പ്രത്യേകമായ ഒരു നിർണിതമായ കലണ്ടർ മുൻകൂട്ടി നിശ്ചയിക്കലൊക്കെ ഭയങ്കര പ്രയാസം അല്ലേ? നമുക്ക് എപ്പോഴും പ്രയാസം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഹിലാൽ കമ്മിറ്റിയും തർക്കമൊക്കെ ഉണ്ടായത്. പക്ഷെ ഈ ഹിജ്രി കലണ്ടർ ആണോ ഗ്രിഗോറിയൻ കലണ്ടർ ആണോ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ആണോ, ഏതാണോ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ടുള്ളത്? നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വിദേശ ആധിപത്യത്തിൻ്റെ അതിപ്രസരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നിപ്പം ഗ്രിഗോറിയൻ കലണ്ടറിലാണ് നമ്മൾ ശമ്പളം കിട്ടലും കൊടുക്കലും. വാടക മാത്രം കുറച്ച് ദിവസം കുറഞ്ഞുകൊണ്ട് മറ്റേ ശമ്പളം മാസത്തിൽ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കണക്കാക്കുന്നത് ഗ്രിഗോറിയനിലായതുകൊണ്ട് ഗ്രിഗോറിയനാണെന്നാണ് എല്ലാവരും പറയാം. ബിസിനസ് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതുപോലെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാം. ഇന്ന്
ഡിസംബർ 22 അല്ലേ? ഇന്ന് ഡിസംബർ 22 നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും? ഞാൻ പറയണമെന്ന് 24 25 പറഞ്ഞാൽ 25 ക്രിസ്മസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാം. പിന്നെ ഇന്ന് 22 എന്താ ഒരു തെളിവ് വരാം? ബുദ്ധിപരമായിട്ടോ അതല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടോ എന്തെങ്കിലും ഒരു തെളിവ് പറയുക. പക്ഷെ ഇന്ന് ഹിജറ 12 അല്ലെങ്കിൽ ഹിജറ മാസം 1 എന്നുള്ളതിന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും എനിക്കിങ്ങനെ. അതാണ് അതിനുള്ള തെളിവ്. അത് അസ്തമിച്ചാൽ അതില്ല, ഇന്നത്തെ ഈ മാസം അതോടെ തീർന്നു. അശ്ശഹ്റു 29 മാസം 29. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഫൈൻ ഗുമ്മ അലൈക്കും, ഇനി അത് നിങ്ങൾക്ക് ദൃശ്യമാകാതിരുന്നാൽ, മറവ് വരിക അല്ലെങ്കിൽ മേഘം ഉണ്ടാവുകയോ കാണാതിരിക്കുകയോ ചെയ്താൽ ഫഅത്തിമ്മു 30, അപ്പം നിങ്ങളത് 30 പൂർത്തീകരിച്ചോളൂ. അപ്പോൾ കലണ്ടറിന് അത് പിന്നെ മുൻകൂട്ടി പറയാൻ കഴിയുന്നില്ലെങ്കിലും പ്രകൃതിക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. മാസത്തിൻ്റെ കണക്ക് പിന്നെ വെറും കാൽക്കുലേറ്ററിൽ കൂട്ടി മാത്രം ഉണ്ടാക്കി വെച്ചതല്ല. ഇതിന് ചില പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കാനും ആളുകൾക്ക് എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാനും സാധിക്കും എന്ന സ്വഭാവം. പക്ഷെ അതെന്തല്ല, എല്ലാവർക്കും അത്ര സ്വീകാര്യമായ ഒരു കണക്കോ അല്ലെങ്കിൽ സ്വീകാര്യമായ ഒരു മാനദണ്ഡോ അല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എയർലൈൻസിൽ വിളിച്ചാൽ ഗ്രിഗോറിയൻ കലണ്ടർ ഏത് ഇത്തിരി മാസം പാലിക്കുന്ന വർഷത്തിലാണെങ്കിലും കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ദിവസങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു ശാസ്ത്രീയമായ ഒരു വിഷയം കൂടിയാണ് എന്നുള്ളതോ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ലക്ഷംസി യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമറ വല്ലൈലു സാബിഖുൻ നഹാർ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനോ രാവിന് പകലിനെ മറികടക്കാനോ സാധ്യമല്ല. ഇവിടെ ചന്ദ്രൻ രാവിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ രാവ് ചന്ദ്രനെ, കാരണം രാവിലാണ് ചന്ദ്രൻ ഉണ്ടാവുള്ളത്. പകല് സൂര്യനെ അല്ലെങ്കിൽ സൂര്യൻ പകലിൻ്റെ പ്രതിനിധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേതാണ് ആദ്യം ഉണ്ടായത്? അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടി ഏതാണ്? നേരത്തെ നമ്മൾ വേറെ എന്തിനെ കുറിച്ച് ചോദിച്ച പോലെ ആദ്യം ഏതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക? രാവാണ്. ഇപ്പൊ രണ്ടും ഉത്തരവേ ഉള്ളൂ, രാവാണ് അല്ലെങ്കിൽ പിന്നെ പകലാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മാസം നോമ്പെടുക്കുമ്പോഴും പിന്നെ പെരുന്നാൾ കഴിക്കുമ്പോഴൊക്കെ ആദ്യം വരുന്നത് രാവാണ് അല്ലേ? കാരണം നമ്മൾ അത്താഴം ആദ്യം കഴിച്ചിട്ട് എന്നാണോ റമദാനായി തീരുമാനിക്കുന്ന അസ്തമയത്തോടു കൂടി സൂര്യന്റെ പ്രകാശം വരുന്നതോടു കൂടിയാണ്. പക്ഷെ അപ്പോഴും സൂര്യപ്രകാശം വേറെ ഭാഗത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പകലാണ് രാവാണ് ഇതുള്ളത്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനും തുല്യമായ പ്രാധാന്യവും തുല്യമായ സ്ഥാനമാണ് കൊടുക്കുന്നത്. ഒന്നിനെ മറികടക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ ഒരു മത്സരം പോലെയാണ് ഇവിടെ സബക്കാമെന്ന പ്രയോഗം അത് പറഞ്ഞല്ലോ അല്ലേ? ഭൂമി അത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ വിഷയമാണ്. കാരണം മനുഷ്യങ്ങനെ പിന്നെ ആദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നത് എന്തിനോ? ചെറുപ്പകാലത്തിലൊക്കെ നമുക്കൊന്ന് കുറച്ച് വലുതായിട്ടൊക്കെ ഇപ്പം 50-60 കഴിഞ്ഞവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പം അങ്ങനെ അത്രത്തോളം പെട്ടെന്ന് വലുതാകേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു ഓട്ടാണ് നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ. പിന്നെ ദിനരാത്രങ്ങളും രാവും പകലും വർഷങ്ങളും കഴിഞ്ഞു പോയി പ്രവാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവസാനം അസ്തമയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പം ഇതെന്തല്ല, ഒന്നിനെ മറികടക്കാനോ മറ്റതിനെ പ്രാപിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഉക്കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അതിൻ്റെ ഫലക്കിലൂടെ. ഫലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓർബിറ്റ് എന്നാണ് ഏറ്റവും കൂടുതലായാലും പ്രചാരത്തിലുള്ളൊരു പദം തോന്നും. അപ്പോൾ എത്ര പിന്നെ ഗ്രഹങ്ങളുണ്ട് സൂര്യന്? 10-11 ഉണ്ട് അല്ലേ? നമ്മളുടെ അതിൽപ്പെട്ട ഒന്നാണ് ഭൂമി. ഇതിന് മൊത്തം പിന്നെ സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടി ഉൾപ്പെടുന്ന അതിനെ നമ്മൾ മൊത്തം പറയുന്നത് സൗരയൂഥം, ഗാലക്സി എന്ന് പറയും. ഇങ്ങനെയുള്ള ഗാലക്സികൾ എത്ര ഉണ്ട് അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം ഗാലക്സികൾ ഉണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ പരാമർശത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നിലധികം സൂര്യനുകൾ ഉണ്ടാവാം. ഇന്ന് വരെ ഭൂമിയിലെ പ്രകാശം എത്താത്ത, പ്രകാശവർഷമാണല്ലോ ഏറ്റവും കൂടുതൽ സഞ്ചാര വേഗത ഉള്ളത്, ഇന്ന് വരെ ഭൂമിയിൽ പ്രകാശം എത്താത്ത സൂര്യനുണ്ട് എന്ന്
ശാസ്ത്രം പറയും. അങ്ങനെയുള്ള ഓരോ ഗ്രഹവും അതിൻ്റെ ഉപഗ്രഹവും സൂര്യനും ഒക്കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഈ മൊത്തം ഈ ആയത്തുകൾ പറഞ്ഞത് കുറേ ഗോളശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കാൻ വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ മക്കക്കാരുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത് ആയത്തുൽ ലഹും എന്ന് അവരോട് പറയുമ്പോൾ നമുക്കും ആയത്തുൽ ലന, നമുക്കൊരു ദൃഷ്ടാന്തം അതിലുണ്ട്. ഇതിലെ ദൃഷ്ടാന്തം യഥാർത്ഥത്തിലുള്ളത് ഇങ്ങനെ ഏതോ ഒരു അബ്ദുലൈ അടിയൂറിൻ്റെ വേറെ ഒരു ഗാനം ഉണ്ടല്ലോ അല്ലേ, ഇതിങ്ങനെ മൊത്തം കൂട്ടിമുട്ടാത്തതെല്ലാം കൂടി ഒരേ താളത്തിനൊത്ത് സഞ്ചരിക്കുന്ന അല്ലേ സാഹിബ്, അബൂ സഹലൻ്റെ നല്ല സുന്ദരമായ മനോഹരമായ ഒരു പാട്ടുണ്ട്. അത് കേട്ടാൽ നമുക്ക് ഇതിൻ്റെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തോന്നിപ്പോകുന്ന അത്രയും നല്ല ഒരുപാട് പരസ്പരം കൂട്ടിമുട്ടാത്തതെല്ലാം ഒരേ സ്വഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു പക്ഷേ ഈ സൗരയൂഥത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ചിത്രത്തെയോ ഭാവനയിലോ കണ്ടാൽ അതിന് പ്രത്യേകമായ ഒരു താളവും രീതിയൊന്നുമില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നിർണീതമായ കൃത്യമായ ചില ഭ്രമണപഥത്തിലൂടെ, ആ ഭ്രമണപഥത്തിന് തന്നെ പൂർണ്ണമായും ഗോളാകൃതി അല്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു ഓവൽ ടൈപ്പിലോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലോ ഒക്കെയാണ് അതിൻ്റെ കറക്കം പോകുന്നതെന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഒരിക്കലും കൂട്ടിമുട്ടാത്ത സ്വഭാവത്തിൽ അതെന്താക്കുന്നുണ്ട്, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. നീന്തണമെങ്കിൽ എന്തോ ഒരു ലായനി ദ്രാവകം വേണം അല്ലേ? യഥാർത്ഥത്തിൽ ദ്രാവകം ഉണ്ടോ അവിടെ? ഇനി അത് ശാസ്ത്രം കണ്ടുപിടിക്കാത്തതാണോ നമുക്കറിയാത്തതാണോ? കാരണം നീന്താ എന്നുള്ള പദം പറയുന്നെങ്കിൽ വെറുതെ വായുവിൽ നീന്താൻ കഴിയില്ല, അല്ലെങ്കിൽ വായുവിൽ നീന്തിനെ കുറിച്ചായിരിക്കും അത് പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ശാസ്ത്രം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്തോ ഒരു ശ്രദ്ധ അവിടെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്നിന് കുരുത്തക്കെടുപ്പ് സംഭവിച്ചാൽ നമ്മൾ മൊത്തം ഈ ദുനിയാവിൻ്റെ താളം, ദുനിയാവിൻ്റെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ സൗരയൂഥത്തിൻ്റെ മൊത്തം താളം നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭ്രമണപഥത്തിന് ഫലക്ക് നിശ്ചയിച്ചു കൊടുത്ത ഏതെങ്കിലും ഒന്നിന് താളം തെറ്റിയാൽ, ഒന്നിന് ഭ്രാന്തായാൽ മൊത്തം ലോകത്തിന് തന്നെ നാശം, കൂട്ടിമുട്ടൽ സംഭവിക്കും അല്ലേ? കാരണം ഒന്നും സംഭവിക്കണ്ട, ഒന്ന് അലസത കാണിച്ചാൽ മതി. കാരണം കുറച്ചൊന്ന് ഇനി ഇത്ര സ്പീഡ് വേണ്ട, ഒന്ന് സാവധാനം പോകാൻ തീരുമാനിച്ചാൽ ബാക്കിൽ വരുന്ന ആൾക്ക് ഭ്രമണപഥത്തിൽ അത് കൂട്ടിമുട്ടലുണ്ടാക്കും. പല വിഷയങ്ങളും അതിന് പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ പ്രയാസം ഉണ്ടായാൽ, അഥവാ അതാണ് നേരത്തെ നിശ്ചയിച്ച മുസ്തഖർ അല്ലെങ്കിൽ ഒരു നിർണിത സ്ഥാനം എങ്കിൽ കൂട്ടി വരസൽ ഭയങ്കരമായ എന്താ പറയുക, ഒരു പ്രകൃതി ദുരന്തം തന്നെ അതിലൂടെ ഉണ്ടായിത്തീരും. ഒരു പക്ഷെ അതായിരിക്കാം അന്ത്യനാൾ സംഭവിക്കുമ്പോൾ. കാരണം ധൂളികളായി പലതും ഭൂമിയൊക്കെ പറക്കും, ഉന്നം പോലെ പാറിപ്പറക്കുന്നതാണ്. അൽ ഖാരിഅത്തു വൽ ഖാരിഅ എന്ന ആയത്തിൽ ഖറഅ എന്ന പദം, അതിൻ്റെ അറബി പല അറബി പദങ്ങളും അതിൻ്റെ ഉച്ചാരണം കേട്ടാൽ തന്നെ തോന്നും അതിൻ്റെ അർത്ഥം എന്താന്നുള്ളത്. ഏകദേശം സൽസല എന്ന് പറയുമ്പോൾ ചെറിയൊരു കുലുക്കുണ്ടാകുന്നത് പോലെ ഖറഅ എന്ന് പറഞ്ഞ അർത്ഥത്തിന് തന്നെ എന്താന്ന് വെച്ചാൽ കൂട്ടി വരസണീനാണ് പറയാം. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടി വരസിയാൽ. അൽ ഖാരിഅത്തു വൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്, ധൂളികളായി പറക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുത്ത പഞ്ഞി പോലെ പർവ്വതങ്ങളൊക്കെ ആയിത്തീരും എന്ന് പറഞ്ഞിട്ടാണ് അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് സൂറത്തുൽ ഖാരിഅയിൽ പറയുന്നത്. ഇങ്ങനെ ഓരോ ഇതെല്ലാം കൂടി സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഗോളശാസ്ത്രപരമായ വിശദീകരണത്തിനുപരിയായി അതിൻ്റെ പിന്നിൽ അതിനെ ശക്തമായി തഖ്ദീർ എന്നുള്ളത് 2-3 തവണ ഈ ഖണ്ഡികയിൽ ആവർത്തിച്ചപ്പോൾ അത് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നിർണയിച്ചു കൊടുത്തത് അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ ഉൾപ്പെടുന്ന ഖുർആൻ പാരായണ ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതാണ് ആദ്യം പറഞ്ഞ ആയത്തുൽ ലഹു. ഇതെല്ലാം ആലോചിച്ചാൽ അതിലൊരു അതിശയമുണ്ട്, അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഇതെല്ലാം വളരെ വ്യവസ്ഥാപിതമായി
നമ്മളൊന്നും അറിയാതെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ ഉദിക്കുന്നു. നമ്മൾ നമുക്ക് ഉറങ്ങാനും വിശ്രമിക്കാനൊക്കെ വേണ്ടി പാട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞാണല്ലോ, പ്രകൃതി മൊത്തം ഉറങ്ങുമ്പോൾ താരാട്ട് പാട്ടിന് കുട്ടിനെയും ഉറക്കുന്നത്. അതിനോളം ചേർന്ന് ഒരു സന്ദർഭമില്ല എന്നാണ്, ഉറങ്ങാൻ പറ്റിയ വേറൊരു സന്ദർഭമില്ല. കാരണം രാവിലെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇതിലെല്ലാം രാപ്പകലുടെ മാറിവരലിലും അതിൻ്റെ ഭ്രമണത്തിലൂടെയുള്ള സഞ്ചാരത്തിലും അതിൻ്റെ കറക്കത്തിലും അത് കൂട്ടിമുട്ടാതെ അതിൻ്റെ ആ എല്ലാം കണക്ക് ഗണിതശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ ഗോളശാസ്ത്രം അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിലും ആയത്തുല്ലഹും അവർക്കും ആയത്തുല്ലന നമുക്കും ഒരു കൃത്യമായ ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുവിനെ കണ്ടെത്താൻ, യഥാർത്ഥത്തിൽ ആയത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് ആയത്ത് എന്ന് പറയും. ആയത്തുൽ കൗനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ. ഈ പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധ ഇത്തരം ആയത്തുകളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തുൽ ലഹും എന്ന് സൂറത്ത് യാസീനിൽ 3 തവണ ആവർത്തിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കൂടുതൽ പ്രകൃതിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും അതിലൂടെ അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അനുസരിക്കാനും അംഗീകരിക്കാനും ആരാധിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا انك انت علام الغيوب. اللهم اجعل حياتنا في الدنيا والآخرة في سعادة، واجعل موتنا في سبيلك شهادة، واكتب لنا الحسنى وزيادة. اللهم ارزقنا إيمانا نهتدي به، ونورا نقتدي به، ورزقا حلالا نكتفي به. اللهم إنا نسألك إيمانا كاملا، ويقينا صادقا، وقلبا خاشعا، ولسانا ذاكرا، وتوبة قبل الموت، وراحة عند الموت، والعفو عند الحساب، والفوز بالجنة، والنجاة من النار. اللهم احفظنا فوق الأرض وتحت الأرض ويوم الأرض. ربنا وجعلنا نشكر نعمتك التي أنعمت علينا وعلى والدينا. رب ارحمهما كما ربونا صغارا. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. صلى الله عليه وسلم. السلام عليكم.